പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. മുസ്ലിം സമൂഹത്തെ വളരെ ആശങ്കയിലാഴ്ത്തി വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെൻറ്റും കടന്ന് രാജ്യസഭയിൽ അതിരൂക്ഷമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ UDF മുന്നണിയുടെ നിലപാടും LDF മുന്നണിയുടെ നിലപാടും തമ്മിൽ ഒരു താരതമ്യം നടത്താനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. രാജ്യസഭയിലെയും ലോകസഭയിലെയും അംഗങ്ങളുടെ അംഗബലമനുസരിച്ച് വഖഫ് ഭേദഗതി ബിൽ പാസ്സായി പോകാനാണ് സാധ്യത. നമ്മുടെ രാജ്യം എത്രമേൽ ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിഞ്ഞ ഉദാഹരണങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അതിനെ എതിർക്കുന്നവരുടെ മൂർച്ച കുറഞ്ഞു പോയാൽ ആ മൂർച്ചക്കുറവ് അവരുടെ ആക്രോശങ്ങൾക്കും അവരുടെ അർമാദങ്ങൾക്കും എല്ലാം കൂടുതൽ വീര്യം നൽകുക മാത്രമാണ് ചെയ്യുക എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ട് ഏതായാലും അത് പാസ്സായി പോകാൻ പോകുന്ന ബില്ലല്ലേ, പിന്നെ എനിക്കെന്തതിൽ കാര്യം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം എന്ത് പ്രത്യേകത എന്ന തരത്തിൽ ചിന്തിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ, അതേപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ആളുകൾ പറയാറുള്ള ചില ന്യായമുണ്ട്. ഈ വിജയിക്കുന്ന പാർട്ടിക്ക് നോക്കി വോട്ട് ചെയ്യലല്ലേ നല്ലത്, വെറുതെ നമ്മുടെ വോട്ട് എന്തിനാണ് പാഴാക്കുന്നത്? ആ പറയുന്നതിലെ അസാംഗത്യം അത് എത്രമാത്രം അശ്ലീലമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇപ്പോൾ വഖഫ് ബില്ലിനെതിരെ വോട്ട് ചെയ്യുന്ന ആളുകൾ അതേതായാലും വിജയിക്കാൻ പോകുന്നതല്ലേ, അപ്പോൾ വിജയിക്കുന്നവരുടെ കൂടെ വോട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എത്രമാത്രം അരാഷ്ട്രീയമായ, എത്രമാത്രം പ്രതിലോമപരമായ, എത്രമാത്രം നിലപാടില്ലാത്ത ഒരു വർത്തമാനമാണത് എന്ന് അതിൽ നിന്ന് മനസ്സിലാകും. ഇതേപോലെ ഒരു നിലപാട് സ്വീകരിച്ചോ പ്രിയങ്ക ഗാന്ധി എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് അവരുടെ അസാന്നിധ്യം. അത് അങ്ങേയറ്റം ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കോൺഗ്രസ് പാർട്ടി, ഓൾ ഇന്ത്യ കോൺഗ്രസ് പാർട്ടി തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതിന് ന്യായങ്ങളും മറുപടികളുമൊക്കെ വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, വളരെ അടുത്ത ബന്ധുവിൻ്റെ ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് US അവർ പോയിരിക്കുകയാണ്. പോകാൻ തീരുമാനിക്കുമ്പോൾ സഭാ സമ്മേളനം നടക്കുന്നു എന്നതല്ലാതെ അവിടെ വഖഫ് ബില്ല് ചർച്ചയ്ക്ക് വരും എന്ന് അവർക്കറിയില്ലായിരുന്നു. അങ്ങനെയാണ് പോയത് എന്നൊക്കെയാണ്. പക്ഷേ 24 മണിക്കൂർ മുൻപ് വഖഫ് ബില്ല് ചർച്ചയ്ക്ക് വരും എന്ന് അറിയിപ്പ് കിട്ടിയിരുന്നു. US നിന്നും ഇന്ത്യയിലേക്ക് വരാൻ എന്തായാലും 24 മണിക്കൂറൊന്നും വേണ്ട. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു നോക്കുക. രാജീവ് ഗാന്ധി ജീവിച്ചിരിപ്പുണ്ട് എന്ന് സങ്കല്പിക്കാം. ആ സമയത്താണ് ഈ അടുത്ത ബന്ധുവിൻ്റെ ശസ്ത്രക്രിയക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധി US പോകുന്നത്. ഉടനെ തന്നെ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു എന്നോ അല്ലെങ്കിൽ സ്വാഭാവിക മരണം സംഭവിച്ചു എന്നോ വിവരം അവർക്ക് കിട്ടിയെന്ന് സങ്കല്പിക്കുക. 24 മണിക്കൂർ എടുക്കുമോ അവർ തിരിച്ച് ഇന്ത്യയിലെത്താൻ? ആ വിഷയത്തിൻ്റെ പ്രാധാന്യമാണ് അവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. വഖഫ് ബില്ലിൻ്റെ വോട്ടെടുപ്പ് നടക്കുമ്പോൾ താൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉണ്ടായിരിക്കേണ്ടത് തൻ്റെ ജനാധിപത്യപരമായ ബാധ്യതയാണ് എന്ന തിരിച്ചറിവ് പ്രിയങ്ക ഗാന്ധിക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ വഖഫ് ബില്ല് ചർച്ചയ്ക്ക് എടുക്കും എന്നറിഞ്ഞതിന് ശേഷം, അതിനുള്ള വോട്ടെടുപ്പ് ഉണ്ടാകും എന്നറിഞ്ഞതിന് ശേഷം അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാകാതിരുന്നത്. അത് അങ്ങേയറ്റം അപലപനീയമാണ്, കുറ്റപ്പെടുത്തേണ്ടതാണ്. ഈ നിലപാടുമായി കോൺഗ്രസ് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പാടില്ലാത്തത്. രണ്ടാമത്തത്, നോക്കുകുത്തിയായി സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇരുന്നിരുന്നു എന്നതാണ്. അദ്ദേഹം സഭയിൽ മിണ്ടാത്തതിൻ്റെ കാരണം, അതിനും ന്യായീകരണം വന്നിട്ടുണ്ട്, ക്യാപ്സ്യൂൾ വന്നിട്ടുണ്ട്. അത് പറയുന്നത്, അദ്ദേഹം സംസാരിക്കാൻ നിന്നാൽ സംസാരത്തിൻ്റെ സിംഹഭാഗവും അദ്ദേഹം തന്നെ കവർന്നെടുക്കും. അതുകൊണ്ട് മറ്റൊരാളെ, ഗൗരവ് ഗഗോയ്
അദ്ദേഹത്തെ സംസാരിക്കാൻ ഏൽപ്പിക്കുകയും ഇദ്ദേഹം മൗന ദീക്ഷ പാലിക്കുകയും ചെയ്തു എന്നതാണ്. താൻ സംസാരിക്കേണ്ടിടത്ത് താൻ തന്നെ സംസാരിക്കണമെന്ന ഒരു ഉത്കടമായ ഒരാഗ്രഹവും അതെങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്ന വാശിയുമല്ലേ യഥാർത്ഥത്തിൽ അദ്ദേഹം കാണിക്കേണ്ടിയിരുന്നത്. ഞാൻ അങ്ങനെ അമിതമായി സംസാരിക്കുന്ന ആളാണെങ്കിൽ ഞാൻ അതിനെ പരമാവധി ചുരുക്കി കാര്യമാത്രം പ്രസക്തമായ രൂപത്തിൽ സംസാരിക്കുകയും എൻ്റെ ശബ്ദം ഉയരേണ്ടിടത്ത് എൻ്റെ ശബ്ദം തന്നെ ഉയരും എന്ന് ഉറപ്പുവരുത്താൻ അദ്ദേഹത്തിന് സാധ്യമാകേണ്ടിയിരുന്നില്ലേ. ഏത് ഗഗോയി സംസാരിക്കുന്നതിനേക്കാളും റീച്ച് കിട്ടുക, പഞ്ച് കിട്ടുക അത് രാഹുൽ ഗാന്ധിയുടെ സംസാരത്തിന് തന്നെയല്ലേ? അദ്ദേഹമായിരുന്നു തീർച്ചയായും സംസാരിക്കേണ്ടിയിരുന്നത്. പിന്നെ പാർട്ടിയിൽ നിന്ന് ആരൊക്കെ സംസാരിക്കാം, എങ്ങനെയൊക്കെയാണ് തീരുമാനിക്കുക എന്ന കാര്യങ്ങളൊന്നും എനിക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. ഷാഫി പറമ്പിൽ സംസാരിക്കാത്തതിനെ കുറിച്ച് സത്താർ പന്തല്ലൂരിൻ്റെ വിമർശനം വന്നിട്ടുണ്ട്. ആ വിമർശനത്തിൽ കഴമ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷാഫി പറമ്പിലും ഇതിൽ സംസാരിക്കാൻ എങ്ങനെയെങ്കിലും അവസരം ചോദിച്ചു വാങ്ങി തൻ്റെ നിലപാട് സഭയിൽ വ്യക്തമാക്കേണ്ടിയിരുന്നു. കാരണം കേരളത്തിൽ ഷാഫി പറമ്പിലിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുമ്പോൾ ഷാഫി പറമ്പിലിൻ്റെ ശബ്ദം കേൾക്കാൻ കേരള ജനത ആഗ്രഹിച്ചിട്ടുണ്ടാകും. അത് അദ്ദേഹം തിരിച്ചറിയേണ്ടതായിരുന്നു. ഈ 3 നിലപാടുകളും അങ്ങേയറ്റം അപലപനീയമായ, അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ട, വളരെ ദൗർഭാഗ്യകരം എന്ന് പറയേണ്ട തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇനി ഞാൻ എല്ലാ സന്ദർഭത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷത്തെയും രൂക്ഷമായി വിമർശിക്കാറുള്ള ആളാണ്. എൻ്റെ വീഡിയോകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് ധാരാളം കാണാൻ സാധിക്കും. എന്നാൽ ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിൻ്റെ കാര്യത്തിൽ അവരെടുത്ത നിലപാടിനെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം കറുത്ത വസ്ത്രമണിഞ്ഞ് അവരുടെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും ലീവ് എടുത്ത് എല്ലാ അംഗങ്ങളും സഭയിൽ ഹാജരാവുകയും തങ്ങളെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ ഇപ്പോൾ ഈ സംസാരം തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ജോൺ ബ്രിട്ടാസിൻ്റെ അതിഗംഭീരമായ പ്രസംഗം ഇംഗ്ലീഷിലും മലയാളത്തിലും രാജ്യസഭയിൽ നടക്കുന്നത് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. അതിന് സുരേഷ് ഗോപി നടത്തിയ മറുപടിയും ആ മറുപടിയെ ചൊല്ലി നടന്നുകൊണ്ടിരിക്കുന്ന വിവാദവും സഭാ ചട്ടങ്ങൾക്കെതിരായിട്ടാണ് സുരേഷ് ഗോപി സംസാരിച്ചത് എന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്തത്. ഇടതുപക്ഷ എംപിമാരുടെ ഈ നിലപാടിനെ അകമൊഴിഞ്ഞ് ആദരിക്കുവാനും ആശംസിക്കുവാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു ബുൾഡോസർ രാജ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മുസ്ലിങ്ങളുടെ കെട്ടിടങ്ങൾക്ക് നേരെയാണെങ്കിൽ, മുസ്ലിങ്ങളുടെ ഭൂമിക്ക് നേരെ നടക്കുന്ന ബുൾഡോസർ രാജാണ് ഇപ്പോൾ പാർലമെന്റിലും രാജ്യസഭയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൗർഭാഗ്യകരമായ ഈ അവസ്ഥയിൽ നിന്ന് മുസ്ലിം സമൂഹത്തിന് മോചനമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.